ന്യൂസിലേക്ക് സ്വാഗതം. കട്ടപ്പന നഗരസഭയിൽ 2026-27 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. കട്ടപ്പന നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള കരട് പദ്ധതി രേഖ സെമിനാറിൽ സമർപ്പിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള കട്ടപ്പന നഗരസഭയുടെ 2026-27 വാർഷിക പദ്ധതിയുടെ രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. പ്രാദേശിക സാമ്പത്തിക വികസനം, പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനം, ഖരമാലിന്യ സംസ്കരണം, പരിപാലനം, ജൈവമാലിന്യ സംസ്കരണം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 2026-27 വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളും KSW, MP, ശുചിത്വ മിഷൻ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ്, ഹെൽത്ത് ഗ്രാന്റ്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ മുതലായ സ്രോതസ്സുകളിൽ നിന്നുമുള്ള ഫണ്ടുകളും ക്രിയാത്മകമായി വിനിയോഗിക്കുന്ന തരത്തിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ആസൂത്രണ സമിതി, വർക്കിംഗ് ഗ്രൂപ്പുകൾ, നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ, ഭിന്നശേഷിക്കാരുടെ പൊതുസഭ, ഊരുകൂട്ടങ്ങൾ, വാർഡ് സഭകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മുതലായവയിൽ നിന്നും ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് കരട് വാർഷിക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതി രേഖ സെമിനാറിൽ ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കുമായി സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 33,40,57,691 രൂപ നമുക്ക് ഈ ഒരു സാമ്പത്തിക വർഷം നമുക്ക് വരുമാനമായി ലഭിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മളുടെ ചെലവുകൾക്കായി നമ്മൾ വിനിയോഗിക്കേണ്ടത്. നമ്മൾ നിർബന്ധമായും നമ്മൾ കുറേ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് മാറ്റിവെക്കേണ്ടതായിട്ട് അങ്ങനെ ഉള്ള അനിവാര്യ പ്രോജക്റ്റുകൾ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാ വർഷവും നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. ഇപ്പം അംഗൻവാടിയുടെ പോഷകാഹാരം, അതോടൊപ്പം തന്നെ ഓഫീസിന് വേണ്ടിയിട്ടുള്ളത്, ആരോഗ്യരംഗത്ത് നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ചെലവുകളെല്ലാം നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ അനിവാര്യ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ ആ ഒരു നിലയിൽ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡുകളിലേക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു 40 ലക്ഷം രൂപ വെച്ച് ഒരു വാർഡിലേക്ക് എന്നുള്ള നിലയിൽ ഏതാണ്ട് ഒരു 15 കോടി രൂപ നമ്മുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗ്രാമീണ റോഡുകളുടെയും അതുപോലെ പാലങ്ങളുടെയും കുടിവെള്ളത്തിനും ഓടകളുടെ നിർമ്മാണത്തിനും ഒക്കെയായി നമ്മൾ അത്രയും തുക ഏതാണ്ട് 15 കോടി രൂപയോളം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കേണ്ട കുറെ പൊതുവായിട്ടുള്ള പ്രോജക്റ്റുകൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ വർഷം ചെയ്യാനായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കായിക രംഗത്തൊക്കെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള മലയോര മേഖല, നമുക്ക് അതിൻ്റെ മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ കട്ടപ്പനയിൽ നമുക്കൊരു സ്റ്റേഡിയം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ മുമ്പോട്ടുള്ള നമ്മുടെ പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് ഒരു 5 ഏക്കർ സ്ഥലമെങ്കിലും സ്റ്റേഡിയത്തിന് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടി 5 കോടി രൂപ നമ്മൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ പദ്ധതിയിൽ നമ്മൾ മാറ്റിവെക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സഹായം നമുക്ക് കിട്ടുന്നതിനും ആ രീതിയിൽ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റൊന്നുള്ളത്, നമ്മുടെ ഈ സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷൻ ടു പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൻ്റെ സൈഡിലുള്ള നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയോട് ചേർന്നുള്ള റോഡിൻ്റെ ഭാഗം അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം 1 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിരുന്നു. അതിൻ്റെ ടെൻഡർ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വികസന സെമിനാറിൽ വിവിധ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുത്തു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൌൺസിലർമാർ, ജീവനക്കാർ, വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, NEET എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്,
ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.